ഹലോ, വെൽക്കം ബാക്ക് ടു മുംബൈ മല്ലു ഫാമിലി. ഞങ്ങൾ ഒരു ഡിഫറെൻറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈവനിങ് സ്നാക്ക് എഗ് നെസ്റ്റ് കിളിക്കൂട്. കാണുന്ന പോലെ തന്നെ ഭയങ്കര യമ്മാണ് ആൻഡ് നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. കാണുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എന്നെ അറിയിക്കും വേണം കമൻറ്റ് ബോക്സിൽ കൂടെ. അപ്പോൾ ഞാൻ 2 വേയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്റ്റഫ്ഡ് എഗ് ആൻഡ് പ്ലെയിൻ എഗ് ആയിട്ടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 മീഡിയം സൈസ് ബോയിൽഡ് പൊട്ടാറ്റോ, 1/2 ടീസ്പൂൺ റോസ്റ്റഡ് ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചാട്ട് മസാല, 5 പച്ചമുളക് ഫൈൻലി ചോപ്പ് ചെയ്തത്, ഇഞ്ചി, കുറച്ച് നാരങ്ങ നീര്, 6 മുട്ട, സേമിയ ഫൈൻ സേമിയ ആണ് എടുത്തിരിക്കുന്നത്, ചീസ്. പൊട്ടറ്റോ ആദ്യം നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. തീരെ തരിയില്ലാണ്ട് മാഷ് ചെയ്യണം. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ, ഏത് എണ്ണയായാലും കുഴപ്പമില്ല. അതിലേക്ക് പച്ചമുളക്, ഒരു 1 to 2 മിനിറ്റ്സ് സോട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് മാഷ്ഡ് പൊട്ടാറ്റോ ഇടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ റോസ്റ്റഡ് ജീരകപ്പൊടി. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്. എരിവ് നമ്മളനുസരിച്ച് കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. ഇതിലേക്ക് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നല്ല ഫ്ലേവർ ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഇഞ്ചി കടിക്കും ചെയ്യില്ല ഗ്രേറ്റ് ചെയ്തിട്ടാൽ. ഹാഫ് ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അംചൂർ പൗഡർ, നാരങ്ങനീര്. പുളിയുടെ അനുസരിച്ച് വേണം നമുക്ക് നാരങ്ങനീര് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അംചൂർ പൗഡറും. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില. അപ്പോൾ നമ്മളെ എഗ് നെസ്റ്റിൻ്റെ കോട്ടിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പാർട്ട് ടോട്ടലി ഓപ്ഷണലാണ്. ഇവിടെ ഞാൻ 2 വേയിൽ എഗ് നെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്റ്റഫ്ഡ് എഗ് നെസ്റ്റും പ്ലെയിൻ എഗ് നെസ്റ്റും. സ്റ്റഫ്ഡ് എഗ് നെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയുടെ ഉണ്ണി പറത്തിക്കെടുക്കുന്നത്. അത് ഞാൻ മുട്ടനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യണില്ല, കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണി എടുക്കണം, യെല്ലോ ഭാഗം. ഇനി അതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. ഒരു സവാള ഫൈനലി ചോപ്പ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ടിടാം, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് പെപ്പർ കുരുമുളക് പൊടി. ഇനി മുട്ടയുടെ ഉണ്ണി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ, അതുകൊണ്ടിട്ട് ഒന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി ഇതിലേക്ക് ചീസ്. കോട്ടിങ്ങിൽ ഞാൻ കുറച്ച് ചീസ് ഇടുന്നുണ്ട്. സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് സ്റ്റഫ് ചെയ്തെടുക്കാം. പുറത്തേക്ക് വരരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ വറക്കണ സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനിയുള്ള മുട്ട കൊണ്ട് ഞാൻ സ്റ്റഫ് ചെയ്തെടുക്കാം. ഇനി കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടാണ്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വറുക്കണ സമയത്ത് കോട്ടിങ് നിൽക്കില്ല. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടനൊന്ന് കോട്ട് ചെയ്യാം. ഭയങ്കര കട്ടിയിൽ കോട്ട് ചെയ്യാൻ പാടില്ല, ഈവൻലി വേണം കോട്ട് ചെയ്യാൻ. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ മുട്ടയും കോട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മൾ എല്ലാ മുട്ടയും കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് കൂടുണ്ടാക്കണ്ടേ, നെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടറ്റോരോ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കാം, അധികം തിക്നെസ് ഇല്ലാതെ കുറച്ച് കേവായിട്ട്. അതിനൊന്ന് കോട്ടിൽ ഡിപ്പ് ചെയ്യാം. പൊട്ടാതെ സൂക്ഷിച്ച് വേണം നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈവൻലി. നമ്മൾ സേമിയല്ലേ അതിലൊന്ന് മിക്സ് ചെയ്യാം എല്ലാ സൈഡും ഈവൻലി ആയിട്ട്. അപ്പം നമ്മളെ കൂടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേഗം ചിലപ്പോൾ കരിഞ്ഞു പോകും. അതൊന്നും ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാതും ഒന്ന് വറുത്തെടുക്കട്ടെ. എണ്ണ ഒന്നും അധികം കുടിക്കില്ല. മുട്ടയും സെയിം വേയിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മളെ കിളിക്കൂട് റെഡിയാണ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അടിപൊളി ഈവനിങ് റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇവിടെ എനിക്ക് കുറച്ച് കാടമുട്ട കിട്ടിയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നെ അറിയിക്കും വേണം കമൻറ്റ് ബോക്സിൽ കൂടെ. Thank you for watching my video. Please do like, share, subscribe and press on bell icon for watching my upcoming videos.